നാണത്തല്ലേ കുളിക്കാണോ? പെൺകുട്ടികൾ കുളിക്കുന്ന താണങ്ങൾക്ക് എന്ത് കാര്യം? അയ്യോടാ, ഒരു പെൺകുട്ടി വന്നിരിക്കുന്നു. എത്ര കൊല്ലം മുമ്പാ? പിന്നെ മധുര 17 അല്ലേ? തള്ളയുടെ ഒരു ഗോവാ എന്താണ് അണ്ട അവിടെ ചരക്കൊന്ന് കുളിക്കുന്നു. ആര്? നീ അറിയുന്ന സാധനം തന്നെ ചെല്ലു. ഫസ്റ്റ് ക്ലാസ് സാധനം. എന്താടാ മോനെ? പകല മൂടും പോയി. ഇങ്ങനെയുണ്ടാ ചുമ്മാ ഒരുമാതിരി മോഹിപ്പിക്കില്ലേ? മതിയാ ഭയങ്കർ തോർത്ത് കാണാനില്ലല്ലോ. ഇത് അഭ്യർത്ഥന വന്നിട്ട് ഞാൻ പോണു. നിനക്കെന്താണ് ഇത്ര ധൃതി? എവിടെ പോയി? തോർത്തിങ് നാടേ, ഇവിടെ കൊത്തുന്ന മീനൊക്കെ ഉള്ള സ്ഥലമാ. രാധിക, ഞാൻ പോട്ടെ, വൈകിട്ട് വീട്ടിലേക്ക് വരാം. എന്താടാ ഉണ്ണി? ഞാൻ ആ സൂപ്പറിനെ അന്വേഷിച്ചു വന്നതാ. സൂപ്പറിനോട് അമ്മ അങ്ങോട്ട് വരാൻ പറഞ്ഞു. നാളെ വരാൻ കുഞ്ഞെ. നിന്റെ പഠിപ്പ് എത്രത്തോളം ആയി? MA പാസ്സായി, ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് MA പാസ്സായ എന്ത് ഫലം? ജോലി വല്ലതും കിട്ടുമോ? ശ്രമിച്ചു നോക്കണം. MA പാസ്സായ എന്തോ ജോലി കിട്ടും? കളക്ടർ ഉദ്യോഗം. ആ, ടിക്കറ്റ് കളക്ടർ ഉദ്യോഗം. ഒരു MA കാരൻ വന്നിരിക്കുന്നു. അല്ല നാണയത്തള്ള എന്തെടുക്കുവാ? ഞാനേ രാവിലേക്ക് നിന്ന് വിളിക്കാൻ താളി ഇറക്കിയ. നാണയത്തള്ളേ, ഞാൻ MA പാസ്സായി, ഫസ്റ്റ് റാങ്ക് ഉണ്ട്. ആ കാളയോടെ കെട്ടയച്ചു വിട്ടിരിക്കാണോ? അത് ശരി. എന്താ കുഞ്ഞെ, ആ കുഞ്ഞെന്താ പറഞ്ഞത്? MA പാസ്സായെന്ന് പറഞ്ഞതാ. ബാങ്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ല. ബാങ്കിൽ ജോലിയാ? അത് കോളേജിൽ നിന്ന് കിട്ടിയ ഡിഗ്രിയാ. എന്തായാലും ഉണ്ടാകും. അത് കണ്ട് ചെലവിനൊക്കെ ഒക്കോ? ഈ നാണിത്തള്ളെ കൊണ്ട് തോറ്റു. എന്താ നാണിത്തള്ള ചിരിക്കുന്നത്? കുഞ്ഞിക്കുഞ്ഞും മോളുമായിട്ട് നല്ല ചേർച്ചയാ. നാണിത്തള്ള എന്തൊക്കെയാ പറയുന്നത്? നാണിക്ക് കണ്ടാൽ അറിയാം. നാണിത്തള്ളക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഓരോരു കൊച്ചു കള്ളി. രാധയ്ക്ക് ഇഷ്ടമാണെങ്കിൽ ആരെതിർത്താലും ശരി, ഞാനവളെ വിവാഹം കഴിക്കും. നീ പറഞ്ഞത് തന്നെ പറഞ്ഞോണ്ടിരുന്നാൽ എങ്ങനെയാ? എന്താ നിനക്ക് ഇഷ്ടമല്ലേ? അവളെ വിവാഹം കഴിക്കാനുള്ള യോഗ്യത എനിക്കില്ലേ? ഓഹോ, നിന്റെ മനസ്സിലും അതാണല്ലേ? അടിച്ചു തെളിക്കാര് ശാരദയുടെ മകന് വലിയ കുറുപ്പിന്റെ മകളെ വിവാഹം ചെയ്യാൻ എന്താണ് യോഗ്യത? അതല്ലേ നീ പറഞ്ഞു വന്നത്? ഉണ്ണി, നീ എന്നെ അങ്ങനെയാണോടാ കരുതിയിരിക്കുന്നത്? നീ അടിച്ചുകളിക്കാര് ശാരദയുടെ മകനായാലും കോവിലകത്ത് തമ്പുരാന്റെ മകനായാലും എനിക്ക് ഒരുപോലെയാണ്. കുലവും ഗോത്രവും നോക്കിയിട്ടല്ല നമ്മൾ സുഹൃത്തുക്കളായത്. ഇന്നലെ വരെ നിന്റെ മനസ്സിൽ തോന്നാത്ത ഈ കോംപ്ലക്സ് ഇന്ന് എവിടെ നിന്നുണ്ടായി? ആ കുറുപ്പിന്റെ മകളെ കണ്ടപ്പോൾ നീ പലതും മറന്നു വേണം. ഗോപ, എന്നോട് ക്ഷമിക്കട. പെട്ടെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. എനിക്കെല്ലാം തുറന്നു പറയുന്ന ആകെയുള്ള സുഹൃത്ത് നീ മാത്രമല്ലേ ഉള്ളൂ. നിനക്കറിഞ്ഞൂടാ ഞാൻ അവളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അത് സാരമില്ല, പോട്ടെ ഉണ്ണി. ഞാനും എന്തൊക്കെയാ പറഞ്ഞു. നീ ഇനി താമസിയാതെ അവളെ കണ്ട് എല്ലാം കാര്യമായി സംസാരിക്കണം. ബാ. നമസ്കാരം നമസ്കാരം.
നമുക്ക് അകത്തോട്ടിരിക്കാം. കൃഷ്ണന് വരൂ. എന്താണ് ഒരു പകലിറക്കം? എനിക്ക് എനിക്ക് രാധയെ രാധയെ ഒന്ന് നിൽക്കൂ. എനിക്ക് രാധയോട് ഒരു കാര്യം പറയാനുണ്ട്. രാധയെ എനിക്കിഷ്ടമാണ്. രാധയ്ക്ക് ഇതെന്തിനു വേണ്ടിയാണെന്നറിയാമോ? വലിയ വീട്ടിലെ വലിയ കുറുപ്പിന്റെ മകളുടെ പുറകെ വായി നോക്കി നടന്നേ. ഇതെന്തിനാണെന്നറിയാമോ? വലിയ വീട്ടിലെ വിക്രമക്കുറുപ്പിന്റെ മുറപ്പെണ്ണിന്റെ പുറകെ നടന്നതിന്. അടിച്ചളിക്കാരി ശാരദയുടെ മോൻ വലിയ കുമ്പത്തി കയറി പിടിക്കാൻ നോക്കണ്ട. അവനവന്റെ നിലയ്ക്ക് നിന്നാ മതി. മനസ്സിലായല്ലോ? പ്രേമവും സിംഗാരമൊക്കെ നീ പഠിക്കുന്ന കോളേജിൽ വെച്ചാ മതി. ഇവിടെ വേണ്ട. ഇനി നീ രാധികയുടെ പുറകെങ്ങാനും നടന്നാണ്ടല്ലോ, നിന്റെ ശരീരം പോസ്റ്റ്മോർട്ടത്തിന് പോലും കിട്ടില്ല. ഓർമ്മ വെച്ചു. ഇതെന്തിനാണെന്നറിയാമോ? അടിച്ചുതളിക്കാരിയാണെങ്കിലും ശാരദയുടെ മകൻ അന്തസ്സിലും കയ്യൂക്കിലും ഒട്ടും മോശമല്ലെന്ന് നിനക്ക് മനസ്സിലാവാൻ. ഇതെന്തിനാണെന്നറിയാമോ? അമ്മയുടെ മുലപ്പാല് കുടിച്ചു വളർന്ന തടിയാണ്. വലിയ വീട്ടിലെ വലിയ കുറുപ്പിന്റെ കന്നുകാലികളുടെ മൂത്രം കുടിച്ചു വളർന്ന പീറ തടിയല്ല ഇതെന്ന് തെളിയിക്കാൻ. ഈ ശരീരത്തിൽ ആര് തൊട്ടാലും അവന്റെ കൈ ഞാൻ വിട്ടു. മനസ്സിലായോ?
എന്താ ഈ കേട്ടത്? ആ വലിയ കുറി പറഞ്ഞാൽ എന്തൊക്കെ കുഴപ്പമുണ്ടാവുന്നു ഈശ്വരന് മാത്രമേ അറിയാവൂ. എന്റെ ഉണ്ണി, നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? ഇടത്തേക്കരണം തടിച്ചാൽ വലത്തേക്കരണം കാണിച്ചു കൊടുക്കാൻ ഞാൻ യേശു ക്രിസ്തു ഒന്നുമല്ല. അമ്മ ഒന്ന് ചുമ്മാരി. നിനക്ക് എന്തറിയാം ആ വലിയ വീട്ടുകാരെ കുറിച്ച്? എന്റെ വയറാ കത്തുന്നത്. ഉണ്ണി, നീ ഇപ്പൊ തന്നെ ചെന്ന് ആ വലിയ കുറിപ്പിനെ കണ്ട് മാപ്പ് ചോദിക്കും. ഈ അമ്മയ്ക്ക് എന്താ ഭ്രാന്താണ്? അമ്മ പേടിക്കുന്ന പോലെ ഒന്നുമില്ല. വിക്രമന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാം. നിനക്കത് പറയാം, എനിക്കറിഞ്ഞൂടെ വലിയ വീട്ടുകാരെ പറ്റി? ആ തെക്കേതിലെ നാരായണൻ, തുണ്ടിയിലെ ചേനൻ വലിയ വീട്ടുകാരുമായി ഒരു പ്രാവശ്യം ഉരശീതേ ഉള്ളൂ. 3-ാം ദിവസം ശവമാ കണ്ടത്. അതൊക്കെ അന്തക്കാലം. അമ്മ ധൈര്യമായിട്ടിരിക്കും, ഒരു ചുക്കും സംഭവിക്കില്ല. പണ്ട് ആനപ്പുറത്ത് ഇരുന്നെന്ന് കരുതി ഇപ്പൊ തപ്പി നോക്കിയ താഴമ്പൊന്നും കാണത്തില്ല. ഈ വലിയ ഉറുപ്പും ചെറിയ ഉറുപ്പും ഉണ്ടെന്ന് വെച്ച് ഇവിടെ മനുഷ്യക്കാർക്കും ജീവിക്കണ്ടേ? മോനെ, നമ്മൾ പാവപ്പെട്ടവരാണ്, അവര് പ്രമാണികളും പണക്കാരും. കുറിപ്പിനോട് ക്ഷമ ചോദിച്ചെന്ന് വെച്ച് നമുക്കൊരു കുറച്ചിലും വരാനില്ല. പിന്നെ നിനക്ക് പോകാൻ മടിയാണെങ്കിൽ ഞാൻ പോകാം. എനിക്ക് ആണും പെണ്ണുമായിട്ട് നീ ഒരുത്തനേ ഉള്ളൂ. അമ്മയ്ക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇവിടെ ആരും ആരോടും ക്ഷമയൊന്നും ചോദിക്കാൻ പോകുന്നില്ല. നീ പാടാ. ഉണ്ണി, എടാ, ഇതരാ, എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നത്? എന്റെ ദേവി, തുറക്കടി വാതിൽ. എടീ വാതിൽ തുറക്കാൻ. തുറക്കടി വാതിൽ. ഡേയ് വാതിൽ തുറക്കാൻ. തുറക്കടി വാതിൽ. എടീ വാതിൽ തുറക്കാൻ. എടീ ശാരദേ. എന്റെ മോനെ, നീ പുറത്തു പോയിരുന്നു. അമ്മ വിടമ്മേ. എന്റെ പൊന്നു മോനെ, ഞാൻ പറഞ്ഞത് കേക്ക്. ഞാൻ ചെന്ന് കുറുപ്പിനോട് ക്ഷമ ചോദിക്കാം. അമ്മ വിടമ്മേ, ഞാൻ പോയിട്ട് വരാം. ഞാൻ പറഞ്ഞു അനുസരിക്കും. എനിക്കവിടെ വലിയ വീട്ടിലെ വലിയ കുറിപ്പിന്റെ മോളുടെ പുറകെ നടക്കാൻ വേണ്ടി വളർന്നു അവൻ. 2 അക്ഷരം പഠിച്ചതിന് അഹങ്കാരമാ. ഇറങ്ങി വേണം അവിടെ. അത് ഞാൻ ബീഡി ഞാൻ കത്തിക്കും. അയ്യോ, എന്റെ മോനൊന്നും ചെയ്യല്ലേ. മാറി നിൽക്കണി അവിടെ. മോനെ, അടിയടാവനെ.
എന്റെ മോനെ, ഈശ്വര, മോനെ, നീ ഇവിടെ നിന്നാൽ അപകടമാണ്. എന്തും കാണിക്കാൻ മടിയില്ലാത്തവരാണ് അവർ. അമ്മ എന്താ ഈ പറയുന്നത്? എനിക്ക് നീ മാത്രമേ ഉള്ളൂ മോനെ. എന്റെ മോനെ ജീവനോടെ കാണാനുള്ള കൊതി കൊണ്ടാണ് അമ്മ പറയുന്നത്. നീ ഈ രാത്രി തന്നെ ഇവിടുന്ന് പോയില്ലെങ്കിൽ ഈ അമ്മയ്ക്ക് ഒന്നും കാണാനുള്ള ശക്തിയില്ല മോനെ. നീ ഇങ്ങനെ ഒരു ഭീരുവിനെ പോലെ ആയാലോ? എലിയെ പഠിച്ച് ആരെങ്കിലും ഇല്ലെന്ന് ചൊല്ലുമോ? നീ എങ്ങും പോണ്ട, വരുന്നിടത്ത് വെച്ച് നേരിടാം. എനിക്കിഷ്ടമുണ്ടായിട്ടല്ല, അമ്മ ഇരിക്കപ്പുറത്ത് തരുന്നില്ല. അമ്മ എങ്ങനെ പേടിക്കാൻ പോയാലോ? അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അമ്മ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല. ഏതായാലും ഞാൻ കുറച്ചു ദിവസം ഇവിടുന്ന് മാറിയിരിക്കുന്നത് നല്ലതാ. നീ അമ്മയെ നോക്കിക്കോളാം. ടൗണിൽ പോയാൽ തന്നെ നീ എവിടെ താമസിക്കും? യൂസുഫ് കട കൂടെ, അല്ലാതെ കൂടെ. യൂസഫൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ആ പാവത്തിന്റെ ദൈവം കൊണ്ടാണ് ഞാൻ ഇത്രയെങ്കിലും ആയത്. എന്റെ അമ്മ കഴിഞ്ഞ പിന്നെ നീയും ടൗണിൽ യൂസുഫായി മാത്രമേ എന്നെ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളൂ. ഞാൻ പോട്ടെ.